എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു വട്ടയപ്പം റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അരി അരച്ചൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ക്രിസ്മസിന് തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് ഷെയർ ചെയ്യുന്നത്. 1 മണിക്കൂർ മാത്രമേ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഒന്ന് കണ്ടു നോക്കിയാലോ കൂട്ടുകാരെ. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ ചിരകിയതാണ് ആവശ്യം. 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്ത് അതേ സെയിം അളവിൽ തന്നെ ഞാൻ തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വട്ടയപ്പം നല്ല ടേസ്റ്റും സോഫ്റ്റുമായി കിട്ടുകയും ചെയ്യും. 1/2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചോറോ അവലോ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് അളവിൽ വെളുത്ത അവലുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു 10 മിനിറ്റ് ഈ അവൽ കഴുകിയിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ആ സോക്ക് ചെയ്ത അവലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വെളുത്ത ചോറുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 3 ഏലക്ക ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഏലക്ക അതിൻ്റെ തോടൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുരു മാത്രമേ ഇതിലോട്ട് ചതച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. ഇവിടെ മധുരം വെച്ച് തയ്യാറാക്കുന്ന ഒരു വട്ടയപ്പമാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ മധുരം കുറച്ചിട്ട് ചേർത്താലും മതി. ഈ ഒരു അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് പരുവം തന്നെയാണ്. ഓവറായിട്ടുള്ള മധുരമൊന്നും വട്ടയപ്പത്തിനുണ്ടാവില്ല. ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ മണവും ഒക്കെ കിട്ടും. വട്ടയപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ ആ ഏലക്ക ചതച്ചുകൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടിയും തേങ്ങയും നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറ് കഴുകി ലേശം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരച്ച് വയ്ക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളിത് അരച്ച് വയ്ക്കാനായിട്ട്. ഇനി ഇത് 1 മണിക്കൂർ കൊണ്ട് നമുക്കിത് പുളിപ്പിച്ചെടുക്കാനും പറ്റും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് അരി കുതിർക്കേണ്ട, അരയ്ക്കേണ്ട. അരിപ്പൊടി ഉണ്ടെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇളം ചൂടുവെള്ളത്തിൻ്റെ മുകളിലോട്ടാണ് ഈ ഒരു കൂട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ ഇളം ചൂടുവെള്ളത്തിൻ്റെ മുകളിലോട്ട് ഈ ബാറ്റർ ഇറക്കി വെച്ച് കഴിയുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് പുളിച്ച് കിട്ടും. വട്ടയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒത്തിരി പുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പുളിച്ച് കിട്ടും. ആ ഒരു പുളിപ്പ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ. ഏകദേശം 1 മണിക്കൂർ മാത്രമേ ഞാൻ പുളിപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇളം ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചത് കൊണ്ട് കണ്ട നല്ലതുപോലെ പുളിച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. വേവിച്ചെടുക്കാനും ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ വട്ടയപ്പം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. കാരണം നല്ല ടേസ്റ്റാണ്. പുളിച്ചു പോകുന്ന ആ ഒരു പേടിയൊന്നും വേണ്ട. അല്ലാതെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള വട്ടയപ്പം നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ലേശം ഓയിൽ തടവിയിട്ടുള്ളൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ടാണ് ഈ കൂട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ മോൾ വശം നമുക്ക് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് റൈസൻസ് ആണ് ഞാൻ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി വെച്ച് കൊടുക്കുന്നത്. നമുക്ക് കശുവണ്ടി വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കൊള്ളിച്ചെടുക്കേണ്ട താമസം. 20 മിനിറ്റ് ഞാൻ ആവി കൊള്ളിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം മാത്രമേ ഈ പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. വട്ടയപ്പമൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്പാച്ചുല കൊണ്ടോ സൈഡ് വശം ഒന്ന് ചെറുതായിട്ടൊന്ന് വിടുവിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും.
ഈ ഒരു രീതി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് വട്ടയപ്പം തയ്യാറാക്കി എടുക്കാം. കണ്ടോ, കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. മധുരമൊക്കെ കറക്റ്റ് അളവ് തന്നെയാണ് ഈ ഒരു അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കത്തി വയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് താഴ്ന്നു പോകുന്നുണ്ട്, അത്രയ്ക്ക് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കത്തി ഒന്ന് ചെറുതായിട്ട് ടിഷ്യൂ പേപ്പറിലൊന്ന് തുടച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ ഈവനിങ്ങിൽ ചായയോടൊപ്പം സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത്, അതുകൊണ്ട് മധുരത്തിൽ തയ്യാറാക്കി എടുത്തേക്കുന്നത്. നിങ്ങൾക്കിത് കറിയുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാര ചേർക്കാതെ തയ്യാറാക്കി എടുത്താൽ കറിയുടെ കൂട്ടത്തിൽ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഈ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. അരി അരയ്ക്കാതെയും കുറുക്കി ചേർക്കാതെയും തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.